ഹലോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഒരു ചെറിയ യാത്രയുടെ വിശേഷമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലൊക്കെ പോകാം. അപ്പോൾ ചെറിയൊരു സർട്ടിഫിക്കറ്റ്സിൻ്റെ ആവശ്യത്തിനൊക്കെ ആയിട്ട് തിരുവനന്തപുരത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വരുന്ന വഴിയിൽ കാഴ്ചകളൊക്കെ നിങ്ങളെയും കാണിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ തിരുവനന്തപുരത്ത് വരുന്നത്. പിന്നെ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഒരു 10:30 ആയപ്പോഴത്തേനും അവിടുന്ന് ട്രെയിൻ കയറി വെളുപ്പിന് 5:30 ആയപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടാണ്. അങ്ങനെ ഫ്രഷപ്പൊക്കെ ആയി ഇറങ്ങി ഞങ്ങൾ ഈ സ്ഥലമൊക്കെ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് ചെറിയൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്ത് കൂട്ടി. ഇതൊരു KSRTC ബിൽഡിംഗ് ആണ്. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്നും ഒരു 3 കിലോമീറ്റർ ദൂരം പോയപ്പോഴാണ് ഞങ്ങൾ ഉദ്ദേശിച്ച ആ സ്പോട്ട് കണ്ടെത്തിയത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം ആ സ്പോട്ട്. ഇതൊക്കെ പോകുന്ന വഴികളിലുള്ള കാഴ്ചകളാണ്. ആക്ച്വലി ഈ വഴിയിലൂടെ തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾ ആ സർട്ടിഫിക്കറ്റ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഓഫീസിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെയൊക്കെ നിറയെ ഗവൺമെൻറ് ഓഫീസുകളാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിലെത്തിയിട്ടാണ്. നീരാളി എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ അകത്തോട്ട് കയറി പറ്റാൻ പറ്റിയത്. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. തോരൻ വന്നു, അവിയൽ വന്നു, അച്ചാർ വന്നു, പപ്പടം വന്നു. ഞങ്ങൾ മീനൊക്കെ ഓർഡർ ചെയ്തു. മീനിൽ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നീരാളിയും മീൻമുട്ടയും പിന്നെ എന്തോ ഒരു മീനുമായിരുന്നു കേട്ടോ. നല്ല ഒരു ആവറേജ് ടേസ്റ്റൊക്കെ ആയിരുന്നു. പക്ഷേ ബില്ല് വന്നപ്പോഴാണ് ഞങ്ങൾ ഞെട്ടിയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. ഞാൻ ഏട്ടനോട് ചോദിക്കുമായിരുന്നു കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്, ബില്ല് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്കാണ് ഫോട്ടോയിലൊക്കെ കണ്ട് നല്ല പരിചയമുള്ള ഒരു ബിൽഡിങ് കണ്ടത്. നമ്മുടെ നിയമസഭാ മന്ദിരമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഓട്ടോ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. അതിനിടയിലാണ് വേറൊരു സംഭവം കണ്ടത്. ഭാരതീയ റിസർവ് ബാങ്ക് ഇവിടെയാണ് കേട്ടോ നമ്മുടെ പണമൊക്കെ അച്ചടിച്ച് വരുന്ന സ്ഥലം. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ തന്നെ എത്തി. അന്നേരം ഏട്ടൻ പറഞ്ഞു, എടി അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് സമയം എടുക്കുള്ളൂ ട്രെയിനിൽ, ഇങ്ങോട്ട് വരുമ്പോൾ ഇരുന്നത്ര ഇരിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെയാണ് നമ്മൾ വന്ദേ ഭാരതിലാണ് പോകണേ എന്നുള്ള കാര്യം എന്നോട് പറയുന്നത്. അങ്ങനെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് വന്ദേ ഭാരത് കയറുന്നത്. കുറേ ആയിട്ട് അങ്ങനെ ആലോചിക്കാറുണ്ടെങ്കിലും ഞങ്ങളെപ്പോഴും പോകുമ്പോൾ 2-3 പേരൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് ബഡ്ജറ്റ് ഇച്ചിരി കൂടുതലാകുമല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ കയറാറില്ല. അങ്ങനെ ഇന്നൊരു സർപ്രൈസ് ആയിട്ട് ഏട്ടൻ വന്ദേ ഭാരതിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സീറ്റ് നോക്കി നടക്കുകയാണ് കേട്ടോ. ഏട്ടൻ വേഗം ചാടിക്കയറി സീറ്റ് നോക്കാൻ വേണ്ടി പോയി. അപ്പോഴാണ് ഞങ്ങളിവിടെ ക്ലീൻ ചെയ്യുകയാണ് സേട്ടാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് പുറത്തോട്ട് ഇറങ്ങി പോകാൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ടിറങ്ങി വന്നു. അതൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും അകത്തോട്ടൊന്ന് കയറി. അപ്പം നല്ല അടിപൊളിയായിട്ട് നല്ല ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വന്ദേ ഭാരത് ട്രെയിന്. ഇതൊക്കെ അങ്ങോളം ഇങ്ങനെ തന്നെയൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു. പിന്നെ പതുക്കെ അകത്തോട്ട് കയറി. ഒരു സൈഡിൽ 3 സീറ്റും ഒരു സൈഡിൽ 2 സീറ്റുമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു വാട്ടർ ബോട്ടിലും ന്യൂസ് പേപ്പർ വായിക്കാനുള്ളതൊക്കെ അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നോക്കി നിൽക്കുന്ന ആളെ കണ്ടില്ലേ അവിടെ, അതാണ് എൻ്റെ കിട്ടിയത്. ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് ഓർത്തിട്ട് ഇരിക്കുക കേട്ടോ. ഞാൻ പക്ഷേ വീഡിയോ ആയിരുന്നു എടുക്കുന്നുണ്ടായിരുന്നത്. അപ്പം മുകളിൽ ലഗേജ് വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാനും എൻ്റെ സീറ്റിൽ ആസനസ്ഥയായി. ഇത് നമുക്ക് എന്തെങ്കിലും ലാപ്ടോപ്പ്, ഫോണ് അങ്ങനെയൊക്കെ വെക്കാനും പത്രമൊക്കെ വെച്ച് വായിക്കാനും അതിനൊക്കെയുള്ളൊരു സ്പേസ് ഉണ്ട്. പിന്നെ ഒരു ലെഗ് സ്പേസ് ഉണ്ട്. നല്ല വലിയ വിൻഡോസ് ആയത് കാരണം പുറത്തെ കാഴ്ചകളൊക്കെ സുഖമായിട്ട് കണ്ടിട്ട് പോവാം കേട്ടോ. അങ്ങനെ ചായയെന്ന് പറഞ്ഞ് വന്നപ്പോൾ എനിക്കൊരു ചായ വേണമെന്ന് പറഞ്ഞ് ചായ ഓർഡർ ചെയ്തു. ആദ്യം കുറച്ച് സ്നാക്സ് ഒക്കെ കൊണ്ടു തന്നിട്ട് അവർ പോയിട്ടാ. ഞാൻ നോക്കുമ്പോൾ ചായ വരണില്ല. അപ്പം അതിലൂടെ പോയൊരു ചേട്ടനോട് ഞാൻ ചോദിച്ചു, ചേട്ടാ ചായ കിട്ടിയില്ല, ചായ ഓർ ചായേ അങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വേണം പറഞ്ഞു കേട്ടോ. നമ്മുടെ ഈ പഞ്ചാബി ഹൗസിലെ ഹരിശ്രീശോകൻ ചോദിക്കണില്ലേ ചപ്പാത്തിക്ക് ചാറ് വേണം
ചാർ ചാർ എന്ന് പറയണില്ലേ, അതുപോലെ ഞാൻ ചായ് ചായ് എന്ന് പറഞ്ഞപ്പോൾ ഇതേ ഈ ഒരു പാക്കറ്റ് എനിക്ക് കൊണ്ടു തന്നിട്ട് പോയി. ഓൾറെഡി എൻ്റെ പാത്രത്തിലൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, വീണ്ടും ഒരെണ്ണം കൊണ്ടുവന്നിട്ട് തന്നിട്ട് പോയി. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അതായിരുന്നു ചായ. അതിൻ്റെ പേരിൽ എഴുതി ഞാൻ ശ്രദ്ധിച്ചില്ല, അത് കണ്ടില്ലേ, കാഡമം ചായ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്തായാലും ഒരു ചൂടുവെള്ളം കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ പച്ച പാക്കറ്റ് പൊട്ടിച്ച് ഈ ചൂടുവെള്ളത്തിലോട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് വേണം ചായ ഉണ്ടാക്കാൻ. ഈ കവറൊക്കെ പൊട്ടിച്ചതിനകത്തിട്ട് ഇളക്കിയൊക്കെ വരുമ്പോഴത്തേനും ചായയുടെ വെള്ളത്തിൻ്റെ ചൂടൊക്കെ അറിയിട്ടുണ്ടാവും. പിന്നെ ചായ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുടിക്കാം. നല്ല പായസത്തിൻ്റെ മണമാട്ടാ ചായക്ക്. ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കം കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.